സ്നേഹം നിറഞ്ഞ ആൽബിൻ, അനീഷ, ആദ്യമേ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇന്ന് നിങ്ങൾ ആരംഭിക്കുന്ന ഈ ജീവിതം ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു വിവാഹം എന്ന കൂതാശ പങ്കെടുക്കുമ്പോൾ തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതൊരു വരന്റെയും വധുവിന്റെയും ചെക്കന്റെയും പെണ്ണിന്റെയും മാത്രം ജീവിതമായി കാണുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് അതൊരു കുടുംബത്തിന്റെ ഐക്യമാണ്. ഒരു കുടുംബം, അവന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ഈ രണ്ടു പേർക്ക് പകർന്നു നൽകിയ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇവർ രണ്ടുപേരും ഈ വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുവാൻ ഈ ദേവാലയത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൽബിന്റെയും അനീഷയുടെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും തലതൊട്ടപ്പന്മാരെയും തലതൊട്ടമ്മമാരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് നന്ദി പറയുന്നു. കാരണം നിങ്ങൾ നൽകിയ ആ വിശ്വാസമാണ് ഇന്ന് പരസ്യമായി ഈ വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുവാനായി ഇവരെ പ്രാപ്തരാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കും കൂടി അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ് ഇന്നത്തേത്. ഞാൻ ഇന്നിവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് പറയുവാനൊരു കഥയുണ്ട്. ആ കഥ പറയാതെ ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നതിന്റെ അർത്ഥവും ഇതിന്റെ മൂല്യവും എന്താണെന്ന് ഒരുപക്ഷെ ഇവിടെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ആ കഥയിൽ നിന്ന് ഞാൻ തുടങ്ങാം. ആ കഥ തീർച്ചയായിട്ടും ഇവർക്ക് വേണ്ടി കൂടി ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു. അനീഷയുടെ അതിനു മുമ്പ് ഒരു വാക്ക്. അനീഷ ഏക മകളാണ് അല്ലെ? വെള്ളരിക്കുണ്ടെന്ന് ഇവിടം വരെ വന്നതിന്റെ ക്ഷീണമൊക്കെ മാറിയോ? അപ്പനമ്മയ്ക്കും എല്ലാവർക്കും മാറിയോ? ക്ഷീണമൊക്കെ മാറി. ഞാൻ പാണത്തൂരിൽ നിന്നാണ് വരുന്നത്. നമ്മൾ അയൽവക്കക്കാരാണ് അവിടെ അല്ലെ. അതുകൊണ്ട് ഈ യാത്രയുടെ ദൈർഘ്യവും എത്ര സമയമുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. എന്തായാലും ക്ഷീണം മാറി, നല്ല കാര്യം. നല്ലൊരു കുടുംബത്തിലേക്കാണ് അനീഷ ചെല്ലാൻ പോകുന്നത്. അത് നിങ്ങൾക്കറിയാം. എങ്കിലും ഞാൻ അത് അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് ഞാൻ പറയാൻ വരുന്നത്. എനിക്ക് ഇവരുമായിട്ട് ബന്ധമെന്ന് പറയുന്നത് എൻ്റെ രക്തബന്ധമോ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സോ ആ ഒരു ബന്ധമല്ല എനിക്ക് ഈ കുടുംബമായിട്ടുള്ളത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു കടപ്പാടിന്റെ ബന്ധമാണ്, ഒരു നന്ദിയുടെ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം. ഒരു 5-6 വർഷങ്ങൾക്ക് മുൻപ്, ഞാൻ വൈദികനാകുന്നതിന് മുൻപ്, എൻ്റെ മമ്മിക്ക് കുറച്ച് ചെറിയ അസുഖങ്ങളൊക്കെ, ക്യാൻസറൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മമ്മിക്ക് ഈ മാസം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ചെന്നത് ജോളി ചേച്ചി വർക്ക് ചെയ്യുന്ന മെഡിക്കൽ ലാബിലായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ മമ്മിയും കൊണ്ടാണ് ഞാൻ അവിടെ ചെന്നത്. അവിടെ നിന്ന് ബ്ലഡ് എടുത്ത്, പിന്നീട് മമ്മിയുടെ ആരോഗ്യനില വഷളായപ്പോൾ ഇവർ വീട്ടിൽ വന്ന് ബ്ലഡ് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ അവിടുത്തെ ഒരു നിയമവും അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ വണ്ടിയും കൊണ്ട് ചെല്ലുന്നു. അവിടെ നിന്ന് വരുന്നയാൾക്ക് 50 രൂപ ഒരു ഫീസ് പോലെ ഉണ്ട്. അതാണ് അവരുടെ ആ ഒരു അവിടുത്തെ ഒരു കണക്ക്, അവിടുത്തെ ഒരു രീതി. അതാണ് അവർ തുടർന്നുകൊണ്ട് പോകുന്നത്. അപ്പൊ ഇതെനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ചേച്ചി വന്നു. ഏതാണ്ട് ഒരു മാസം ഒഴി ബാക്കി എല്ലാ സമയത്തും ചേച്ചി തന്നെയാണ് വന്നിട്ടുള്ളത് മമ്മിയുടെ അടുത്ത്. അപ്പൊ എല്ലാ തവണയും അവിടെ വെച്ച് എന്റെ കയ്യിൽ നിന്ന് ഒരു 50 രൂപ വാങ്ങും. ഓട്ടോറിക്ഷയിൽ കയറി കഴിയുമ്പോൾ ഈ 50 രൂപ എനിക്ക് തിരിച്ചു വരും. അതുകൊണ്ട് ചേച്ചിയുടെ കയ്യിൽ നിന്നാണോ ആ കാശ് പോയത് അതോ എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇങ്ങനെയായിരുന്നു ഏതാനും മാസങ്ങളോളം, ഒരുപക്ഷെ മമ്മി ഉണ്ടായിരുന്ന കാലത്തോളം എൻ്റെ മമ്മിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വന്നുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു. അന്ന് തുടങ്ങിയ ഒരു ബന്ധമാണ് ഇന്ന് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഒരു വൈദികനായതിനു ശേഷം എന്നെ അറിയാവുന്ന ഒത്തിരി പേരുണ്ട്, എനിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ വൈദികനാകുന്നതിന് മുൻപ് എൻ്റെ കുടുംബം എന്താണെന്ന് അറിയാവുന്ന ഒരു കുടുംബത്തിനോടൊപ്പമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അന്ന് മുതൽ ഇവരെന്നെ വിളിക്കുന്ന അച്ഛൻ കുഞ്ഞെന്നാണ്. ആ പേര് ഇന്ന് വരെ ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പൊ ആ ഒരു അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു കടപ്പാടിന്റെ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. നിങ്ങളോട് രണ്ടുപേരോട് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഇന്ന് വരെ നിങ്ങൾ ആരായിരിക്കുന്നുവോ, എന്തായിരിക്കുന്നു, ഇന്ന് വരെ നിങ്ങളുടെ പിന്നാലെ നടന്ന ഒത്തിരി പേരുണ്ട്, നിങ്ങളുടെ പിറകിലുണ്ടായിരുന്ന ഒത്തിരി പേരുണ്ട്. അവരെ മറന്നു പോകാൻ പാടില്ല. അത് അനീഷയാണെങ്കിലും ആൽബിനാണെങ്കിലും ഇന്നു മുതൽ നിങ്ങളൊരു കുടുംബമായി മാറുമ്പോൾ ഒരുപക്ഷെ ആൽബിന്റെ എല്ലാ ബന്ധുക്കളെയും ആൽബിന്റെ എല്ലാ സൗഹൃദങ്ങളും അനീഷയ്ക്ക് അറിയണമെന്ന് നിർബന്ധമില്ല, ആൽബിന് തിരിച്ചു. പക്ഷെ ഇന്നു മുതൽ അത് അറിയാൻ ശ്രമിക്കണം. ആരാണ്, എന്താണ്, എങ്ങനെയാണ് ഇവർ നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ബന്ധങ്ങൾക്ക് തീവ്രതയുണ്ടാവുകയുള്ളൂ, തീക്ഷ്ണതയുണ്ടാവുകയുള്ളൂ. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഇന്നു മുതൽ മുന്നോട്ടേക്ക് പോകേണ്ടത്. കാരണം വിവാഹം എന്ന് പറയുന്ന ഒരു പുതിയ കുടുംബത്തിന് രൂപം നൽകുമ്പോഴും ഈ കുടുംബത്തെ, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ചേർന്ന ഒരു കുടുംബത്തെ ഒരു കുടുംബമാക്കി മാറ്റുവാനായിട്ട് സഹകരിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്ത ഒത്തിരി പേര് ഇവർക്ക് പിറകിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം മറന്നു പോകുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. ആഘോഷങ്ങളും ഇതിനോടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാമായിരുന്നു. അനീഷ ഭംഗിയായിട്ട് തന്നെ നടന്നു. ഞാൻ കണ്ടിരുന്നു, സ്റ്റാറ്റസ് കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഡാൻസും പാട്ടും കാര്യങ്ങളെല്ലാം കണ്ടിരുന്നു ഞാൻ. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻസ് എല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നു എന്നുള്ള കാര്യം ഞാൻ ഇന്നലെ സ്റ്റാറ്റസിൽ കണ്ടു. അതിൽ ഒത്തിരി സന്തോഷം തോന്നി. കാരണം നമ്മൾ ഇങ്ങനെ വേണം.
നമ്മൾ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഒരുങ്ങി ഏറ്റവും ഭംഗിയായിട്ട് കൂദാശകൾ സ്വീകരിക്കണം. നമ്മൾ ഒരുങ്ങണം. അതാണ് അതിന്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത്. ഇതുപോലൊരു പ്രിപ്പറേഷൻ, ഇതുപോലൊരു ഒരുക്കം നമ്മൾ പഴയ നിയമത്തിലും കാണുന്നുണ്ട്. തോബിത്തിന്റെ പുസ്തകത്തില് തോബിത്ത് ഈ സാറായെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ അവിടെ ഇതുപോലത്തെ വലിയൊരു പ്രിപ്പറേഷൻ ഉണ്ട്, വലിയൊരു ഒരുക്കം. ഈ സാറായി സ്വീകരിക്കും മുമ്പ് തോബിത്ത് ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥിച്ച്, രാത്രിയും പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് തോബിത്ത് തന്റെ ഭാര്യയായി സാറയെ സ്വീകരിക്കുന്നത്. അവിടെ ഈ തോബത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അരുളിപ്പാട്, ഏറ്റവും വലിയ വെളിപാടെന്ന് വെച്ചാൽ ഈ ഭാര്യയെ കുറിച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ഭാര്യയോടും ഭർത്താവിനോടും പറയുന്നത് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം അത് തന്നെയാണ്. ഇന്നു മുതൽ നിങ്ങൾ പരസ്പരം രക്ഷാ കവചങ്ങളായിരിക്കുക. ഇന്നു മുതൽ അനീഷയുടെ രക്ഷകർത്താവ് എന്ന് പറയുന്നത് ആൽബിനാണ്. ആൽബിന്റെ രക്ഷകർത്താവ് അനീഷയാണ്. അതിനപ്പുറത്തേക്കേ ഉള്ളൂ മറ്റുള്ള ബന്ധങ്ങളെല്ലാം. ഒരു പ്രൈമറി റിലേഷൻസ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇന്നു മുതൽ അത് മാറി. ഇന്നു മുതൽ ആ ബന്ധങ്ങളെല്ലാം സെക്കൻഡറി ആയിട്ട് മാറണം. അതാണ് ഒരു വിവാഹത്തിന്റെ, ഒരു കൂദാശയുടെ, ഒരു പുതിയ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ചൈതന്യം. ഇന്നുവരെ ഞാൻ ആരെയെല്ലാമാണ് എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്, അവർ ഉപേക്ഷിക്കുന്നതല്ല ഈ ദൈവവിളി. മറിച്ച് അവർക്ക് പകരമായി ഇന്നു മുതൽ എന്നെ വിശ്വസിച്ചിറങ്ങി വന്ന ഒരു പെണ്ണ് ഇന്നു മുതൽ ആർക്കുണ്ട്? ആൽബിനുണ്ട്. അനീഷയെ വിശ്വസിച്ച് വന്നൊരു പയ്യൻ ഇന്നു മുതൽ അനീഷയുടെ ജീവിതത്തിലും ഉണ്ട്. അപ്പൊ ഈ ഒരു ബന്ധവും ഈ ഒരു മൂല്യവും ഒരിക്കലും മറന്നു കളയാൻ പാടില്ല. ഇന്ന് രാവിലെ വരെ ആൽബിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചത് അപ്പനും പെങ്ങളും അമ്മയൊക്കെ ആയിരിക്കും അല്ലെ. അനീഷയെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഇവർ രണ്ടുപേരും ആയിരിക്കും. നാളെ മുതൽ ആ വിളി ഇല്ല കേട്ടോ. നാളെ മുതൽ നിങ്ങൾ ആരും ദയവ് ചെയ്ത് ആരെ വിളിച്ചെഴുന്നേൽപ്പിക്കരുത്. ആൽബിനെ അനീഷയെയും വിളിച്ചെഴുന്നേൽപ്പിക്കാൻ പോകരുത്. അവനോട് പോയിട്ട് നീ ചായ കുടിച്ചോ, കാപ്പി കുടിച്ചോ, ചോറുണ്ടോ ചോദിക്കരുത്. കാരണം എന്തുകൊണ്ടാ? ഇന്നു മുതൽ അവനോട് ചോദിക്കാൻ ആരുള്ള? അനീഷയുണ്ട്. അനീഷയോട് വിളിച്ചിട്ട് മോൾ കാപ്പി കുടിച്ച് ചായ കുടിച്ചോ എന്ന് ചോദിക്കരുത്. അത് അന്വേഷിക്കാണ്ട് ഇന്നു മുതൽ ആരുണ്ട്? ആൽബിനുണ്ട്. ആ സ്ഥാനമൊക്കെ ഇനി മുതൽ നിങ്ങളങ്ങ് മാറ്റിവെക്കുക. ഇന്നു മുതൽ അങ്ങനത്തെ ഒരു സ്ഥാനം നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഇല്ല. ഇനിയിപ്പം ഒരു കൂട്ടരെ മാത്രം പറയുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം വേണ്ട. രണ്ടു കൂട്ടർക്ക് ആ സ്ഥാനമില്ല. ആ രണ്ടും മാറ്റിവെച്ചുക. നിങ്ങൾക്ക് വിഷമാവണ്ട കേട്ടോ. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം ചോദിക്കണം, നീ ചായ കുടിച്ചോ. അവിടെയാണ് ഈ ബന്ധം കുറച്ചുകൂടി ഭംഗിയായി മുന്നോട്ടേക്ക് പോവുള്ളൂ. അതിനൊരു ഊഷ്മളത ഉണ്ടാവുള്ളൂ, സന്തോഷം ഉണ്ടാവുള്ളൂ. അങ്ങനെ വേണം മുന്നോട്ടേക്ക് പോകാനായിട്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പൊ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പകരം ഇന്നു മുതൽ നിങ്ങളാണ് പരസ്പരം മാതാപിതാക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളും. ഈ സന്തോഷമാണ് ഇവരെല്ലാവരും ആഗ്രഹിക്കുന്നതും. ഇതിനപ്പുറത്തേക്കുള്ള സന്തോഷമല്ല. അപ്പൊ അത് ഭംഗിയായി മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ ത്യാഗങ്ങൾ ആവശ്യമാണ്. ഇന്നു മുതൽ എന്താണ് ആൽബിന്റെ ആഗ്രഹം? എന്താ? അനീഷയെ കുറിച്ചുള്ള ഏറ്റവും വലിയ സ്വപ്നം എന്താ? അങ്ങനെയൊന്നുമില്ല. അനീഷയ്ക്കോ? പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലെ. അല്ല, ഇത് ഏറ്റവും നല്ലൊരു മെന്റാലിറ്റിയാണത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. എങ്ങനെയാണോ ആൽബിൻ അതുപോലെ സ്വീകരിക്കുവാൻ അനീഷയ്ക്ക് സാധിക്കണം. അനീഷ എങ്ങനെ അതുപോലെ സ്വീകരിക്കുവാൻ ആൽബിനും സാധിക്കും. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം ദൈവത്തെ ഓർത്ത് എന്ത് ചെയ്യരുത്? കൊണ്ടുവരരുത്. അഡ്ജസ്റ്റ്മെന്റ് എന്ന സംഭവം കൊണ്ടുവരരുത്. ഇഷ്ടപ്പെട്ടില്ല എന്ന് തുറന്ന് പറഞ്ഞു. ചിലപ്പോൾ ആൽബിൻ പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന ചിലപ്പോൾ കാര്യങ്ങൾ ചിലപ്പോൾ അനീഷയ്ക്ക് ഇഷ്ടപ്പെടില്ല. നേരെ തിരിച്ചു ശരിയല്ലെന്ന് പറഞ്ഞു കൊടുക്കണം. അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് അറിയോ? അതിനൊരു പരിധിയുണ്ട്. ആ പരിധി കഴിയുമ്പോൾ പിന്നീട് ഇതെല്ലാം ബുദ്ധിമുട്ടുകളായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തയ്യാറാകരുത് രണ്ടുപേരും. അത് തുറന്ന് പറയാനായിട്ട്, അങ്ങനെ നമ്മുടെ ജീവിത പങ്കാളിയെ അംഗീകരിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം കേട്ടോ. അപ്പൊ ഇതിനകത്ത് വലിയ വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറയാനായിട്ടില്ല, എനിക്ക് പറയാനായിട്ടില്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്ന എല്ലാവരുടെ ജീവിതത്തിനകത്ത്. വിവാഹം കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്, വിവാഹത്തിനകത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, വിവാഹം കഴിയാണ്ട് നിൽക്കുന്നവർ രണ്ടുപേരുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയുള്ളൂ. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതിനകത്ത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ഇപ്പൊ ഞങ്ങൾ വൈദികർക്കാണെങ്കിലും നിങ്ങളോട് പറയാനുള്ള ചെറിയൊരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ. അതൊരു ഉപദേശമാണ്. ഉപദേശമല്ല, അനുഗ്രഹം തന്നെ. എന്ന് വെച്ചാൽ തോബിത്തിന്റെ പുസ്തകത്തില് തോബിത്തും സാറായും നമ്മൾ വിവാഹത്തിന് ശേഷം തിരികെ തോബിത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ സാറായുടെ മാതാപിതാക്കളായിരുന്ന റഘുവേലും യബ്നായും ഈ വരനും വധുവിനും നൽകുന്ന ഉപദേശമാണ്. അത് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിന്ന് ഞാനത് വായിക്കാം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അവരെ അനുഗ്രഹിച്ച് യാത്രയാക്കിക്കൊണ്ട് റഘുവേല് രണ്ടുപേരോടും കൂടി പറയുന്നതാണ്:
മക്കളെ, എന്റെ മരണത്തിന് മുൻപ് തന്നെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് ഐശ്വര്യമേകും. അവൻ പുത്രിയോട് പറഞ്ഞു, അനീഷയുടെ പിതാവ് അനീഷയ്ക്കായിട്ട് നൽകുന്ന അനുഗ്രഹമാണ്. നിന്റെ പിതാവിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. അവരാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ. നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കാൻ എനിക്ക് ഇടവരട്ടെ. ഇത് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അനീഷയോട് പറയാനായിട്ടുള്ളത്. നിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. ഇനിമേൽ അവരാണ് നിനക്ക് മാതാപിതാക്കൾ. നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കാൻ ഞങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനീഷയ്ക്ക് മാത്രമല്ല, ആൽബിനുണ്ട്. ആൽബിന് അനുഗ്രഹം നൽകുന്നത് അനീഷയുടെ അമ്മയാണ്. യദ്ന തോബിയാസിനോട് പറഞ്ഞു, സഹോദര, സ്വർഗസ്ഥനായ കർത്താവ് നിന്നെ സംരക്ഷിക്കുകയും നിന്നെ തിരിച്ചെത്തിക്കുകയും നിനക്ക് എന്റെ മകൾ സാറായിൽ ജനിക്കുന്ന കുട്ടികളെ കണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദിക്കുവാൻ എനിക്ക് ഇടവരുകയും ചെയ്യട്ടെ. ഇതാ, ഞാൻ എന്റെ പുത്രിയെ നിന്നെ ഭരമേൽപ്പിക്കുന്നു, അവളെ ദുഃഖിപ്പിക്കരുത്. ഇതാണ് അനീഷയുടെ അമ്മ ആൽബി നൽകുന്ന ഉപദേശം. നിന്നെ ദൈവം സംരക്ഷിക്കുകയും നിന്നെ സുരക്ഷിതനായി കാത്തുപരിപാലിക്കുകയും ചെയ്യട്ടെ. എന്റെ മകൾ, ഞങ്ങളുടെ സഹോദരി, ഞങ്ങളുടെ മകൾ സാറായെ, അനീഷയെ നിന്നെ ഭരമേൽപ്പിക്കുന്നു, അവളെ വേദനിപ്പിക്കരുത്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളൂ. ബാക്കി ജീവിതത്തിന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളും നിങ്ങളിനി പതിയെ മനസ്സിലാക്കും, തിരിച്ചറിയും, മുന്നോട്ടേക്ക് വരും. ഏറ്റവും പ്രധാനമായതാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞു നിർത്തിയത്. എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിക്കുക, പരസ്പരം നന്ദിയുള്ളവരാകണം. കാരണം ഇന്നു മുതൽ ആൽബിന്റെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. ഒരുപക്ഷെ അനീഷയെക്കാളും വലിയ ഉത്തരവാദിത്വമാണ് ആൽബിനും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഉള്ളത്. എന്താണെന്നറിയോ? ഇത്രയും ദൂരത്ത് നിന്ന് അനീഷ ഇവിടെ വരുന്നത് ആൽബിനെ വിശ്വസിച്ചുകൊണ്ടാണ്, വേറെ ആരെയും വിശ്വസിച്ചിട്ടല്ല. ആൽബിന്റെ അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെ വിശ്വസിച്ചല്ല അനീഷ വരുന്നത്, ആൽബിനെ മാത്രം വിശ്വസിച്ചാണ്. നമുക്കറിയാം, നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് മാറിക്കിടക്കുമ്പോൾ ആദ്യത്തെ ദിവസം നമുക്ക് ഉറക്കം വരുമോ? ഇല്ല. നമ്മുടെ മുറി മാറിക്കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ദിവസം ഉറക്കം വരില്ല. ഓരോ വിവാഹത്തിലും ഒരു പെൺകുട്ടിയുടെ ജീവിതം ഏറ്റവും അധികമായിട്ട് വിലമതിക്കേണ്ടത് അവിടെയാണ്. ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്നലെ രാത്രി വരെ അവൾ കിടന്നുറങ്ങിയിരുന്ന, അവളുടെ സ്വന്തമെന്ന് വിചാരിച്ചിരുന്ന, അവളുടെ മാത്രമെന്ന് കരുതിയിരുന്ന ഒരു മുറിയും അല്ലെങ്കിൽ അവളുമായി ബന്ധപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അവൾ ഇന്നു മുതൽ ആൽബിന്റെ ഭവനത്തിലേക്ക് വരുന്നത്. ഒത്തിരിയേറെ സുരക്ഷിതത്വങ്ങൾ അവിടെ മാറ്റിവെക്കുന്നുണ്ട്, ഒത്തിരിയേറെ സ്വപ്നങ്ങൾ അവിടെ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി കാത്തു സൂക്ഷിക്കേണ്ട ആരുടെ ഉത്തരവാദിത്വമാണ്? ആൽബിന്റെ ഉത്തരവാദിത്വം. ഇന്ന് ഉറപ്പായിട്ട് നമുക്കറിയാം, ഈ ബലിയർപ്പണവും ഈ കൂദാശ പരികർമ്മങ്ങളും ഭക്ഷണവും കഴിച്ചിട്ട് നമ്മളെല്ലാവരും വീടുകളിലേക്ക് പോകും, അല്ലെ? ഭക്ഷണം കഴിച്ചതിന്റെ സന്തോഷത്തിലും ആത്മസംതൃപ്തിയിലും ഒക്കെ എന്തെങ്കിലും കുറ്റങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാവരും വീടുകളിലേക്ക് പോകും. പക്ഷെ അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കുടുംബമുണ്ട്, അത് അനീഷയുടെ കുടുംബം. ഈ രണ്ട് കുടുംബങ്ങളും കൂടി ആയിരിക്കും ഒരുപക്ഷെ അനീഷയെ ആൽബിന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ പോകുന്നത്. അവിടെ ഈ അനീഷയെ ആൽബിന്റെ അപ്പനും അമ്മയ്ക്കും കൈപിടിച്ചു കൊടുത്തിട്ട് തിരിഞ്ഞു നടക്കുന്ന ഒരു അപ്പനും അമ്മയാണ് ഇവിടെ ഇരിക്കാൻ പോകുന്നത്. അവിടെ ഇവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾക്കും ഇവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആഗ്രഹങ്ങൾക്കും ഒന്നും പലപ്പോഴും നമ്മൾ മുഖം കൊടുക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തന്റെ ഏക മകളെ ആൽബിനെ ഏൽപ്പിച്ച്, ആൽബിന്റെ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ട് ഒരുപക്ഷെ അവളുടെ നെറ്റിയിൽ ഒരു ചൂട് ചുംബനവും കൊടുത്ത് അവർ രണ്ടുപേരും തിരിഞ്ഞു നടക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് വീഴുന്ന കണ്ണുനീരുകൾക്ക് ഉത്തരങ്ങളില്ല. അതുപോലെ ഇവിടെ ഉണ്ടാകുന്ന സന്തോഷത്തിനും ഉത്തരങ്ങളില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഉത്തരവാദിത്വം ഒത്തിരി വലുതാണ്. ഈ അപ്പന്റെയും അമ്മയുടെയും കണ്ണുകളിൽ നിന്ന് വീഴുന്ന ഓരോ കണ്ണുനീരും എന്ന് പറയുന്നത് ഇവളെക്കുറിച്ചുള്ള അവരുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളാണ്. ഇന്നു മുതൽ അവൾ കയറി ചെന്ന വീട്ടില് ഇവരവൾ എങ്ങനെയാണോ കാത്തു സൂക്ഷിച്ചത്, എങ്ങനെയാണോ പൊന്നുപോലെ കൊണ്ടു നടന്നത്, അതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ ഉപരിയായി കുറച്ചുകൂടി ഭംഗിയായി അവളെ കാത്തു സൂക്ഷിക്കുമെന്നുള്ള അവരുടെ വിശ്വാസമാണ് ഇന്ന് ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കാനായിട്ട് അവർ കൊണ്ടുവന്ന് നിൽക്കുന്നത്. സൂക്ഷിച്ചോളണം കേട്ടോ. അനീഷ നാത്തുമാരോട് രണ്ടുപേരും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നാത്തുമാര് പൊന്നുപോലെ നോക്കിക്കോളൂ, ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കിയേക്കരുത് കേട്ടോ. രണ്ടുപേരും പൊന്നുപോലെ കാത്തോളൂ. അപ്പൊ അതെല്ലാം ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. അനീഷയോട് പറയാനായിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. നീ എങ്ങനെയാണോ നിന്റെ വീട്ടിലായിരുന്നത് അതേ സ്വാതന്ത്ര്യം ഇവിടെ നീ എടുത്തോളുക. ഭർത്താവിന്റെ വീട്ടുകാർ എന്നുള്ള ചിന്തയില്ല, നിന്റെ സ്വന്തം വീട്ടുകാർ തന്നെയാണ് ഇവരെല്ലാവരും. ആ സ്വാതന്ത്ര്യത്തോടും ആ സ്നേഹത്തോടും കൂടി നിനക്ക് അവരോട് പെരുമാറുവാനും അവരെ സ്നേഹിക്കുവാനും നിനക്ക് സാധിക്കണം. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, വീട്ടിലൊക്കെ പോവുക, വെള്ളരി കൊണ്ട് കേട്ടോ. ഇച്ചിരി ദൂരം കൂടുതലുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ഇടയ്ക്കൊക്കെ വീട്ടിൽ പോകണം. കാരണം അവർക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ.
അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി മറന്നു പോകരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് തിരിച്ചു പോകുമ്പോൾ അപ്പനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ശൂന്യത അവിടെ ഉണ്ടാകും തീർച്ചയായും. കാരണം ഇത്ര നാൾ ഇവൾ പഠിക്കാൻ പോയപ്പോൾ ജോലിക്ക് പോയപ്പോഴൊക്കെ തിരിച്ചു വരുമ്പോൾ അവളുണ്ടെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി മുതൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട. കാരണം ഇനി മുതൽ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ അവൾ ഒറ്റയ്ക്കല്ല, ഒരാളും കൂടി കൂട്ടിനുണ്ടാകും. അപ്പൊ ആ ഒരു സന്തോഷം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ. ആ സന്തോഷത്തോടു കൂടി അവളെ ഇന്ന് ഭംഗിയെ പറഞ്ഞയച്ചുകൊണ്ട് അവളെ കാത്തിരിക്കുക, സ്വീകരിക്കുക. ഇന്നു മുതൽ വീട്ടില് ഒരാളും കൂടി കൂടുതലുണ്ട്, അതുകൊണ്ട് അരി ഇടുമ്പോൾ കുറച്ച് കൂടുതലിടുക കേട്ടോ. അപ്പൊ രണ്ടുപേർക്കും ഏറ്റവും ഭംഗിയായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഇവരുടെ എല്ലാവരുടെയും, വൈദികരുടെയും എല്ലാവരുടെയും പേരിൽ ആശംസിക്കുന്നു. നിങ്ങളെ കണ്ടുകൊണ്ട് ഇവിടെയുള്ളവർ പഠിക്കണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെയുള്ള എല്ലാ ഭാര്യാഭർത്തമാരും ഇവിടെ സന്തോഷമാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അവർക്കൊക്കെ അസൂയ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഭംഗിയായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഇനി വിവാഹം കഴിക്കുവാനായിട്ട് പോകുന്ന ഇവിടെയുള്ള യുവാക്കളും യുവതികളും ഉണ്ട്. ഇവർ കണ്ട് പറയണം, ആൽബിൻ ചേട്ടനെ അനീഷ ചേച്ചിയെയും പോലെ നല്ല ഭാര്യാഭർത്തകന്മാരെ ജീവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണം എന്നുള്ളൊരു ആഗ്രഹം അവരുടെ ഉള്ളിലും ഉണ്ടാകണം. അപ്പൊ അത് ജനിപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.